സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്യാരേജ് ഇൻവേർഡ് ആൻഡ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന രണ്ട് ടേംസാണ് എന്താണ് ക്യാരേജ് ഇൻവേർഡ് ആൻഡ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ഇമേജ് തന്നിട്ടുണ്ട്. എന്താണ് ക്യാരേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇൻവേർഡ് അല്ലെങ്കിൽ ക്യാരേജ് ഔട്ട്വേർഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നോക്കിയാൽ തന്നെ എന്താണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. സപ്ലയർ ടു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ക്യാരേജ് ഇൻവേർഡ് ആണ്. അതായത് സപ്ലയറിൽ നിന്ന് ഞാൻ റോ മെറ്റീരിയൽസ് മേടിച്ചതിന് ശേഷം അതെനിക്ക് എൻ്റെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ആണെന്തെന്ന് പറയുന്നത് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. ഇതിന് മലയാളത്തിൽ പറയുന്ന മീനിങ് എന്ന് പറയുന്നത് ചുമട്ട് കൂലിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന റോ മെറ്റീരിയൽ മേടിച്ച് എനിക്ക് തന്നെ ചുമന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. അതിന് ഞാൻ ഒരാൾക്ക് എന്ത് കൊടുക്കുന്നു, എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയാം, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയാം. ഞാൻ പർച്ചേസ് ചെയ്ത സാധനം ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇൻവേർഡ് ഓക്കെ ആണല്ലോ കൊണ്ടുവരണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നത് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. ഇനി ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്, ബിസിനസ് ഓർഗനൈസറിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കണം ഇല്ലേ. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള സാധനത്തിനെ കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതും ചുമന്ന് എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്ന ചുമട്ട് കൂലിയാണെന്തെന്ന് പറയുന്നത് ക്യാരേജ് ഔട്ട്വേർഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഇമേജ് കാണുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആണ്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഇപ്പോൾ നമ്മൾ എന്താണ് പിക്ചറായിട്ടാണല്ലേ കണ്ടിട്ടുള്ളത്, ഇനി കുറച്ച് വേർഡ്സ് ആയിട്ട് നമുക്ക് അതിനെ നോക്കാം. നോക്കിക്കേ, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ കോസ്റ്റ് ഓഫ് ബ്രിങ്ങിങ് ഗുഡ്സ് ഇൻ ടു ദ ബിസിനസ് അല്ലേ. ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ്, അതിന് നമുക്ക് പറയാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെയ്ഡ് ബൈ ദി ബയ്യർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയാം. ഞാൻ ഗുഡ്സ് മേടിച്ചു, അത് കൊണ്ടുവരാനായിട്ട് ഞാനൊരു 500 രൂപ പേ ചെയ്തെങ്കിൽ ആ 500 രൂപ എന്താണ്, ക്യാരേജ് ഇൻവേർഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇതൊരു എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണെന്ന് പറയുന്നത് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. ഇനി ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻ ടു ദ ബിസിനസ് എന്ന് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ എന്താണ് ഔട്ട് അല്ലേ, കസ്റ്റമറിലേക്ക് നമുക്ക് കൊണ്ടുവരണം, കൊടുക്കണം, അതായത് ബിസിനസ്സിൽ നിന്ന് കസ്റ്റമറിലേക്ക് കൊടുക്കണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെയ്ഡ് ബൈ ദ സെല്ലറാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിരുന്ന ആരായിരുന്നു, ബയ്യർ ആയിരുന്നു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഞാനൊരു 300 രൂപ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഔട്ട്വേർഡ് കൊടുക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട്സ് ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മിസ് പറഞ്ഞു തരാം. എന്താണ് ഈ പറയുന്ന ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. സപ്ലയറിൽ നിന്ന് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഇൻവേർഡ് എന്നും, ബിസിനസ്സിൽ നിന്ന് കസ്റ്റമറിലേക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ അതിന് ഔട്ട്വേർഡും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.